ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് തമ്പനയിൽ കണ്ടിട്ടായിരിക്കും അല്ലേ, അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു തമ്പനയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ NTPC ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, MTS വന്നു, CGL വന്നു, നിങ്ങളൊക്കെ അതിന് അപ്ലൈ ചെയ്തെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്ലൈ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈയും ചെയ്തോളൂ. അപ്പം CGL വിളിച്ചു, MTS വിളിച്ചു. ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു മെയിൻ എക്സാമിനേഷനാണ് NTPC എന്ന് പറയുന്നത്. നമ്മുടെ +2 ലെവൽ ക്വാളിഫിക്കേഷനിൽ എഴുതാൻ പറ്റുന്ന NTPC എക്സാമിനേഷൻ, RRB നടത്തുന്ന, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന NTPC, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന NTPC എക്സാമിനേഷൻ ഇനിയിപ്പം വിളിക്കും. എന്തായാലും സെപ്റ്റംബറിന് മുന്നേ തന്നെ എന്തായാലും അവരെന്ത് ചെയ്യും, 3rd ക്വാർട്ടറിലാണ് നോർമലി വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വാർട്ടറിൽ തന്നെ അവരെന്ത് ചെയ്യും, വിളിച്ച് തീർക്കാനും ശ്രമിക്കും. അപ്പോൾ CGLന് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും, MTSന് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന RPF പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും. പക്ഷെ എന്നാലും അതിനൊക്കെ തുല്യമായിട്ട് നിൽക്കുന്ന ഒരു മെയിൻ എക്സാമിനേഷനാണ്, റെയിൽവേ നടത്തുന്നതിൽ ഏറ്റവും മെയിൻ എക്സാമിനേഷനാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ NTPC എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോഴേ നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കണ്ട് ഇരിക്കേണ്ടി വരും. കാരണം എക്സാമിനേഷൻ ക്വാളിഫൈ ആവാൻ പറ്റത്തില്ല. എക്സാമിനേഷൻ ക്വാളിഫൈ ആവുന്നത് മാത്രമല്ല, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ഇത്രയും നല്ലൊരു ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യും, മിസ് ചെയ്യും. മാത്രമല്ല എക്സാം കിട്ടാണ്ടാവും. ആ ഒരു കാര്യം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു അവയർനെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ NTPC ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന നെഗറ്റീവ്സ്, നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന കുറച്ച് തെറ്റുകൾ എന്തൊക്കെ ഉണ്ടാവാം. കാരണം നിങ്ങൾക്കിപ്പോൾ CGLും MTSും പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു സബ്ജക്റ്റാണ് ശരിക്കും പറഞ്ഞ ഏത്, NTPCയും കൂടെ കൊണ്ടുപോയി ഒരു സൈഡിൽ കൂടെ അതും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ആവത്തില്ലേ. അപ്പം നമ്മൾ പറയുന്ന പോലെ ഈസി എന്നുള്ള ഒരു കാര്യമല്ല, ഇത്രയും സമയമുണ്ട്. കാരണം അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നാമതെത്താം. ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുന്നിലെത്താം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോഴേ NTPC പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ജോലിയൊന്നും കിട്ടൂല. അത്രേ ഉള്ളൂ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പം എന്തായാലും NTPC റിയലായിട്ട് പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം എന്താണ് NTPC? റെയിൽവേയുടെ NTPC, RRB നടത്തുന്ന, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന NTPC എന്താണെന്ന് അറിയാത്ത കുറേ പേര് കാണും. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. NTPC സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ്. ടെക്നിക്കൽ പോസ്റ്റുകളും വിളിക്കാറുണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ ടെക്നിക്കൽ പോസ്റ്റും റെയിൽവേക്കാർ വിളിക്കാറുണ്ട്. ഇത് 3rd ക്വാർട്ടറിലാണ് വിളിക്കുന്നത്. ഓക്കെ, ആ 3rd ക്വാർട്ടർ ടൈമിലാണ് നോർമലി RRB NTPC വിളിക്കാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇന്ന് അറിയേണ്ടത്. എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയാം. അപ്പോൾ നോൺ ടെക്നിക്കൽ കാറ്റഗറി ആണെന്ന് ആലോചിക്കുക. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽഡും നിങ്ങൾ അറിയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ 3rd ക്വാർട്ടറിലാണ് നോർമലി വിളിക്കാറുള്ളത്. അത് സെപ്റ്റംബർ 2024. അതായത് നമ്മളിപ്പോൾ റെയിൽവേ എക്സാമിനേഷൻ നടത്തുന്നത് 4 ക്വാർട്ടറിലാണ്. ആദ്യത്തെ 3 മാസം, അടുത്ത 3 മാസം, അങ്ങനെ 4 മാസമായിട്ട്, അങ്ങനെ 4 തവണയായിട്ട് തിരിച്ചാണ് നടത്തുന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അത് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ഇപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിന് ഇടയ്ക്ക് വിളിക്കുന്ന സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഏത്, നമ്മുടെ NTPC എക്സാമിനേഷൻ. 3rd ക്വാർട്ടറിൽ വരുന്നതാണ് NTPC എക്സാമിനേഷൻ. അപ്പോൾ സെപ്റ്റംബർ 2024 മുന്നേ തന്നെ എന്തായാലും ഒരു നോട്ടിഫിക്കേഷൻ, ഇപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് ഒരുപാട് ഡിലേ നടക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് എക്സാമിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലേ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല, ഒഫീഷ്യലി ഉള്ള കുറേ കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ സ്റ്റിൽ അവർ ഈ ഒരു വർഷം നടത്താമെന്ന് പറയുന്ന എക്സാമിനേഷൻ ഉറപ്പായിട്ടും നടത്തിയിരിക്കും. ഓക്കെ, അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, സമയമാണ് കിട്ടുന്നത്. ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഈ വർഷം തന്നെ ജോലി എന്ന് പറഞ്ഞൊരു സ്വപ്നം കണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ബിഫോർ എന്നാണ്, സെപ്റ്റംബർ 2024 മുന്നേ എന്തായാലും ഉറപ്പായിട്ടും എക്സാമിനേഷൻ വരും. അപ്പം മേജർ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ, മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എത്രയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 12th ആണ് പറയുന്നത് കേട്ടോ. 12ാം ക്ലാസ് പാസ്സായവർ, 12ാം ക്ലാസ് പാസ്സായവർക്കാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ, ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. മിനിമം എഡ്യൂക്കേഷൻ, അതായത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായ അണ്ടർ ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാന്നുള്ളത്. +2 പൂർത്തിയായി നിൽക്കണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. 18 വയസ്സ് കഴിയണം കേട്ടോ. അതായത് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 18 വയസ്സ് കഴിയണം. ആ ഒരു ടൈം പീരീഡ് ഉണ്ട്, അത് നോക്കണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ബാക്കി NTPCയുടെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് അതിൻ്റെ ഏജ് ലിമിറ്റ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക്
ബാക്കി ഇതിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. NTPC സീരീസിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട 12th ക്വാളിഫിക്കേഷൻ ചെയ്ത എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താണ് സ്റ്റേജസ്, മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് NTPC ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ CGL-നൊപ്പം പഠിച്ചു പോവേണ്ട ഒരു സബ്ജക്റ്റാണ് NTPC എന്ന് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇതിനെന്തുണ്ട്, ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് ടയർ ആണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ഫസ്റ്റ് ടയർ 1 ആണ് വരുന്നത്. പിന്നെ എന്താ, ഒരു 3 months ടൈമിൽ അടുത്ത് CBT 2 വിളിക്കാറുണ്ട് അല്ലേ. ആദ്യം CBT 1 നടക്കും, അത് കഴിഞ്ഞ് ഒരു 3 months കഴിയുമ്പോൾ എന്ത് നടക്കും, നമ്മുടെ സെക്കൻഡ് ടയറും നടക്കും. അപ്പോൾ സെക്കൻഡ് ടയറും എക്സാമിനേഷൻ ഉള്ളൊരു സംഭവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ടയറും ഉണ്ട്, സെക്കൻഡ് ടയറും ഉണ്ട്. അത് കഴിഞ്ഞ് എന്തുണ്ട്, ടൈപ്പിംഗ് ടെസ്റ്റ്. നിങ്ങൾക്ക് അറിയാമല്ലോ, സ്കിൽ ടെസ്റ്റ്. 2 ടയറും ക്വാളിഫൈ ആവുന്നവർ പോകുന്ന എന്തിലാണ്, ടൈപ്പിംഗ് ടെസ്റ്റിലാണ് അല്ലേ. നമ്മൾ ഇത്ര വേർഡ്സ് ഇത്ര ടൈം കൊണ്ട് നമ്മൾ അടിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതും നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്ന എഫേർട്ട് ഇട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നിമിഷം ആയാലും നമുക്ക് ജോലി പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള പ്രിപ്പറേഷൻസ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴേ സെറ്റ് ചെയ്ത് ആ പ്ലാൻ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ചു കയറാൻ പറ്റത്തുള്ളൂ. അതുമല്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞ മെഡിക്കൽ എക്സാമിനേഷൻ. പക്ഷെ നമുക്ക് ഈ 3 സാധനവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ടയർ നമ്മൾ ക്വാളിഫൈ ആവണം, സെക്കൻഡ് ടയർ നമ്മൾ ക്വാളിഫൈ ആവണം, അത് കഴിഞ്ഞ് ടൈപ്പിംഗ് ടെസ്റ്റ്. ഇത് 3 നമ്മൾ കടക്കേണ്ട ഒരു കടമ്പ പോലെ തന്നെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. മെയിനായിട്ട് നമ്മുടെ ഫോക്കസ് ഇപ്പോൾ എന്താണ്, ടയർ 1 ആണ്. ശരിയാണ്, ടയർ 1ലേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CGL പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു NTPCയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക. ഇതൊരു ചെറിയ ജോലിയായിട്ട് കാണാണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ നിന്ന് പഠിക്കേണ്ട ഒരു സംഭവമാണ്. MTS പ്രിപ്പയർ ചെയ്യുന്നവരായാലും അത് 10ന്റെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഇത് +2 ക്വാളിഫിക്കേഷൻ ആണ്. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് NTPC എന്ന് പറഞ്ഞൊരു രീതിയിൽ MTS പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, MTS നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു 2നെയും കൂടെ ഒരുമിച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CGL ഉൾപ്പെടെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എന്ത് ചെയ്യും, അതിലൊരു അവയർനെസ്, നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ക്രാക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി, ഒരു കറക്റ്റ് ഒരു ടൈം ഷെഡ്യൂളിങ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ക്ലിയർ ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഏജ് ഗ്രൂപ്പ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും ഉണ്ട്. കാരണം NTPC എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് പോസ്റ്റുകൾ വരാറുണ്ട്, പല പല പോസ്റ്റുകളിലേക്ക് ജോലി വിളിക്കാറുണ്ട്. അതിൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട്, അതുപോലെ ഡിഗ്രി പോസ്റ്റും ഉണ്ട്. ഓക്കെ, ഡിഗ്രി പോസ്റ്റും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട്. ചിലപ്പോൾ എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിരിക്കാം വരുന്നത്, മിക്സ്ചർ ആണ്, ഒരു +2 ഡിഗ്രി മിക്സ്ചർ ആയിട്ടാണ് അത് ശരിക്കും വരുന്നത്. അപ്പം ഡിഗ്രി ലെവൽ ആയിരിക്കാം എക്സാമിനേഷൻ വരുന്നത്, ബട്ട് സ്റ്റിൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അതിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് പറയുന്നത്, അതായത് 18 years കഴിഞ്ഞവർക്കായിട്ട്. അതുകൊണ്ടാണ് മിനിമം എഡ്യൂക്കേഷൻ നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ലോവർ ലിമിറ്റ് 18 ആണ് ലോവർ ലിമിറ്റ്. എന്തിന് പറയുന്നത്, നമ്മുടെ എക്സാമിനേഷൻ എഴുതുന്നതിൽ പറയുന്നത്. അത് കഴിഞ്ഞ് 30 അവിടെ അപ്പർ ലിമിറ്റ്. ആർക്ക്, അണ്ടർ ഗ്രാജുവേറ്റ്സിനാണെങ്കിൽ 30 വയസ്സ് വരെ എഴുതാം, 18 to 30. അതേസമയം ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട്, ഗ്രാജുവേറ്റ് പോസ്റ്റ്, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള പോസ്റ്റുകളൊക്കെ, അതായത് നമ്മുടെ ഏറ്റവും ക്ലറിക്കൽ പോസ്റ്റ് ഒക്കെ വരുന്നത് ഇതിനകത്താണ്. അപ്പോൾ ക്ലറിക്കൽ പോസ്റ്റ് ഒക്കെ വരുമ്പോൾ അതെന്താണ്, ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. അതൊക്കെ 18 to 33 വരെ ഉള്ളവർക്ക് എഴുതാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഏജ് ഓവറായി 30 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ചാൻസ് ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾ ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് ഏത് അപ്ലൈ ചെയ്യാം, ശരിക്കും പറഞ്ഞാൽ NTPC അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, UR കാറ്റഗറിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് തന്നെയാണ് ഏജ് ലിമിറ്റ്. UR കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് 18 to 30, 18 to 33 ആണ്. ഓക്കെ, 18 to 33 ആണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ OBC ആണെങ്കിൽ എത്ര വർഷത്തെ റിലാക്സേഷൻ, 3 years റിലാക്സേഷൻ വരും. 3 years റിലാക്സേഷൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരും. അതായത് 30 ആണെങ്കിൽ 33 വരും നമ്മുടെ ആർക്ക്, നമ്മുടെ OBC കാറ്റഗറിക്ക്. അതേസമയം SC STക്ക് ആണെങ്കിലോ, SC STക്ക് 5 വർഷത്തെ ഇളവാണ് വരുന്നത്. ഓക്കെ, 5 years റിലാക്സേഷനും കൂടെ വരും. 33 വയസ്സുള്ള ഒരു SC ST കാരനാണ് എഴുതുന്നതെങ്കിൽ എന്ത് കിട്ടും, ആ 5 years കൂടെ 38 വയസ്സ് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. അപ്പോൾ അതൊക്കെ എന്താണ്, ശരിക്കും പറഞ്ഞാൽ 30 കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഭയങ്കര ഒരു ചാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ NTPC എന്ന് പറയുന്നത്. അത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ ചാൻസും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. ഒരു എക്സാമും ഈസി ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഈസി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര എഫേർട്ട് കൊടുക്കുമോ അത്രയും ഈസി നിങ്ങൾക്കായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ എന്താണ്, ടൈമുണ്ട്.
ഇത് കാരണം എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് സെപ്റ്റംബറിൽ വരുമെന്ന്. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞും ടൈം കാണും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ടൈം കിടക്കണം. ഒരു 6 months ടൈം നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു പോട്ടെ ഒരു 3 months 4 months ടൈം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഓരോ മാസവും ഓരോ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ചു പോവാം. ആ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വെറുതെ ഇതെന്ത് ചെയ്തത്, ഈ ഒരു ചാൻസ് മിസ് ചെയ്യാനേ പാടില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യം അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഏജ് ലിമിറ്റ് കഴിഞ്ഞ് നിൽക്കുന്നവരാണ്, ഒരു 30 അല്ലെങ്കിൽ 28 years കഴിഞ്ഞ് വേറൊരു എക്സാമിനേഷനും അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ചാൻസ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ബേസിക് സാലറി പറയുന്നത്? ഇത് ബേസിക് സാലറിയാണ്. ഞാൻ എപ്പോഴും ബേസിക് സാലറിയാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ എല്ലാ അലവൻസും ചേരും. എല്ലാ അലവൻസും ചേർന്നിട്ട് ഒരു വലിയ സാലറിയാണ് നിങ്ങളുടെ കൈ കിട്ടുക. എന്തായാലും നോർമൽ സാലറി 19,000 ഇത്രയും തൊട്ട് ബേസിക് പേ നമുക്ക് കയ്യിൽ കിട്ടുന്നതല്ല, ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് സ്ലിപ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയാണ്. 35,400 വരെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ ഇതെന്താണ് 50,000 എബോവ് വരെ കിട്ടാനുള്ള ചാൻസസ് നിങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ 54 അത്രയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും സാലറി കിട്ടുന്ന ഒരു സാധനമാണ്. ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നതാണ് ഇതിൻ്റെ. കാരണം നിങ്ങൾക്ക് അറിയാം റെയിൽവേയിലൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ഒരുപാട് അലവൻസും, സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി തന്നെ ഒരുപാട് അലവൻസ് അവർ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ഇൻക്രിമെന്റ്സ് തരുന്നുണ്ട്. 3 months കൂടുന്തോറും അതിന്റെ അലവൻസ്, പിന്നെ നൈറ്റ് ഷിഫ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾ റെയിൽവേയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അലവൻസ്, പിന്നെ സോൺ വൈസ് അലവൻസ്, ഏതെങ്കിലും റൂറൽ ഏരിയ ആണോ അല്ലെങ്കിൽ നിങ്ങൾ അർബനിലാണോ അങ്ങനത്തെ സിറ്റി സോൺസ് അനുസരിച്ച് നിങ്ങൾക്ക് അലവൻസ്, അങ്ങനെ പല പല രീതിയിൽ നിങ്ങൾക്ക് അലവൻസ് കയറി നല്ലൊരു സാലറി ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു ബേസിക് പേ പറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് ഒരുപാട് സാലറി എന്ന് വെച്ചാൽ ഒരുപാട് നല്ല എമൗണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യുക കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു സാലറി പോസ്റ്റിംഗ് എന്ന് കണ്ടെങ്കിലും, കാരണം +2 ക്വാളിഫിക്കേഷനിൽ അത്യാവശ്യം നല്ല സാലറി വരുന്ന ഒരു ജോബ് പോസ്റ്റാണ് NTPC എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോഴേ നിങ്ങൾ ക്രാക്ക് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഒരു ഫാമിലി വെൽ സെറ്റിൽഡ് ആവാനുള്ള എല്ലാ ചാൻസും ഇവരെന്ത് ചെയ്യും ഒരുക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ബേസിക് പേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് ജോബ് പോസ്റ്റുകൾ. എന്തൊക്കെ പോസ്റ്റുകളാണ് ഇനി വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിലൊക്കെ ഒരുപാട് പോസ്റ്റ് ഉണ്ട്. മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ്. നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണെങ്കിലും അതിൽ എന്തുണ്ട്, ഒരുപാട് ഓഫീസ് വർക്ക്സ് ആണ്, ക്ലറിക്കൽ പോസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ട്രാഫിക് അസിസ്റ്റന്റ് പോലെയുള്ള പല നമ്മൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കാണുന്ന അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ കാണുന്ന ഒരുപാട് വർക്കേഴ്സിന്റെ ഡ്യൂട്ടി. നമ്മുടെ ജൂനിയർ ടൈം കീപ്പർ ഉണ്ട്, ടൈം കീപ്പേഴ്സ് ഉണ്ട്, ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പല പല പോസ്റ്റുകളാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, ട്രാഫിക് അസിസ്റ്റന്റ് ഉണ്ട്, ഗുഡ്സ് ഗാർഡ് ഉണ്ട്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പോസ്റ്റ് ആണുള്ളത് കേട്ടോ. സ്റ്റേഷൻ മാസ്റ്റർ എവിടെ കണ്ടോ, സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് കൊമേഴ്ഷ്യൽ അപ്രന്റീസ് ഉണ്ട്, സീനിയർ ടൈം കീപ്പർ ഉണ്ട്. ഇങ്ങനെ പോസ്റ്റുകൾ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്തുണ്ട്, ഒരുപാട് പ്രൊമോഷൻസ് കിട്ടേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റും കൂടെയാണിത്. മനസ്സിലാക്കുക, ക്ലറിക്കൽ പോസ്റ്റാണ് മെയിനായിട്ട് വരുന്നത്. ക്ലറിക്കൽ പോസ്റ്റ്, കമ്പ്യൂട്ടർ പോസ്റ്റിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ വർക്ക്സ് ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ കാര്യങ്ങൾ നോക്കുക, ട്രാഫിക്കിൻ്റെ കാര്യം, ഗേറ്റ് ക്ലോസിങ്, ഗേറ്റ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, ഫ്ലാഗിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ പല പല ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ട്രെയിനിൻ്റെ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ അല്ലാണ്ട് ചെയ്യേണ്ട നോൺ ടെക്നിക്കലായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. നമ്മൾ ഓഫീസ് വർക്ക്സ് പോലെ ചെയ്യേണ്ട കുറേ പോസ്റ്റുകളാണ് ഇതിൽ പറയുന്നത്. ഒരുപാട് നല്ല പോസ്റ്റാണ്. ഇതിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും മാക്സിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് തോന്നുന്നത് അതായിരിക്കും, അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് പോകുന്നത്, ജോബ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതൊരു ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ കരുതരുത്. നല്ല നല്ല പോസ്റ്റുകളാണ്. നമുക്ക് ഈ പറയുമ്പോൾ ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറഞ്ഞ് ചെറിയൊരു പോസ്റ്റ് ആയിട്ട് തോന്നും, പക്ഷേ സാലറിയൊക്കെ 30,000 and above ആയിട്ടുള്ള സാലറീസ് ആണ് എല്ലാത്തിനും പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ വേറെ സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും പോസ്റ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടോ, ടൈപ്പിസ്റ്റിൻ്റെ ആണ് കൂടുതലും, അക്കൗണ്ട് ക്ലർക്കുണ്ട്, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ. മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റേഷൻ ക്ലർക്കാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സ്റ്റേഷൻ ക്ലർക്കിനാണ് ഏറ്റവും നല്ലൊരു സാലറി ആയിട്ട് പറയുന്നത്. പിന്നെ അതുകൊണ്ട് സീനിയർ ആയിട്ട് മാറുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റൽ വൈസിൽ കുറേ സീനിയേഴ്സ് ഉണ്ട് അതിൽ. ഓക്കെ, ആ ഒരു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ട്, ഞാനിപ്പോൾ തമ്പനയിൽ കണ്ടു വന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്ന്. നിങ്ങൾക്ക് ആ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആണ് നിങ്ങൾക്ക് അവിടെ വരേണ്ടത്. എന്തുകൊണ്ട് ഇപ്പം ഞാൻ പഠിച്ചു തുടങ്ങണം, ഇത്രയും നല്ല പോസ്റ്റുകൾ, ഇത്രയും നല്ല സാലറി, ഇത്രയും മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും +2, ഇങ്ങനെ ഇരിക്കുന്ന ഒരു
കണ്ടീഷൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എത്ര മികവുള്ള ഒരു എന്താണ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇത്രയും മികവുള്ള ഒരു പോസ്റ്റിലേക്ക് സെലക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ക്ലിയർ ചെയ്യാം, എന്തുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? സിലബസ് കൊണ്ടാണ്. കാരണം ഈ സിലബസ് എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടൊരു സാധനമല്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാം റെയിൽവേ ആയതുകൊണ്ട് തന്നെ എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. അത് നിങ്ങൾക്കൊരു ബെനിഫിറ്റാണ്. കുറേ പേർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്ന് പറയുന്നവർക്ക് അതൊരു ബെനിഫിറ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞ് മാത്സ് എന്ന് പറയുന്നത് ചോദിക്കുന്നത് 30 ക്വസ്റ്റ്യൻസിനും 30 മാർക്ക് ഇൻറ്റു 1 എന്നുള്ള രീതിയിലാണ്. 1 മാർക്കാണ് കേട്ടോ. അതായത് ഇവിടെ പോസിറ്റീവ് മാർക്സ്, അതായത് കറക്റ്റ് ആൻസറിന് 1 മാർക്കേ കിട്ടുന്നുള്ളൂ. നിങ്ങൾ എഴുതുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കണ്ടു. അപ്പം ഇതിലെന്താണ്, ഒരുപാട് പിടിച്ചാണ് മാർക്ക് ഇടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാത്സ് അപ്പം 30 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, മാത്സ് അറിഞ്ഞുകൂടാത്തവരാണ് നിങ്ങളിൽ കൂടുതലെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലല്ലേ ഒരു 2 മാസത്തിൻ്റെ ടൈമെങ്കിലും നിങ്ങൾക്ക് മാത്സ് കവർ ചെയ്ത് തീരാൻ വേണം. എന്നുവെച്ചാൽ ഒട്ടും പ്രിപ്പറേഷൻ, നിങ്ങൾ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പറേഷൻസ് വേണ്ട ഒരു ടൈമാണ്. മാത്സിലൊക്കെ 30, 25 സ്കോർ എബോവ് കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ 20, 23 എബോവ് കിട്ടിയാലേ നിങ്ങൾക്ക് സേഫ് സ്കോർ എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഓവറോൾ എക്സാമിനേഷൻ എടുത്ത് നോക്കുമ്പോൾ. അപ്പം നിങ്ങൾ ഇവിടെ നല്ല എഫേർട്ട് ഇടണം. മാത്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ സബ്ജക്റ്റ് ആണ്. +2 ലെവൽ, ഡിഗ്രി ലെവലിൻ്റെയും കൂടെ ഒരു കംപ്രഷൻ ആയിട്ടാണ് ശരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മാത്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ NTPC പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, നഷ്ടങ്ങൾ മാത്രമേ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതായത് മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ മാത്സ് ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് ഒക്കെ പക്കാ ക്ലിയർ ആക്കി പോകുന്ന നമ്മളിപ്പോൾ ഓരോ സെക്ഷൻസ് കവർ ചെയ്യുമ്പോഴും അതിൻ്റെ മോക്കുകൾ എടുത്തിട്ട് അതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി ഓരോ സിലബസും കവർ ചെയ്ത് പോകണം. അപ്പം നിങ്ങൾ എന്തായാലും CGL പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്സ് ഒരുപാട് പേര് സെറ്റായിരിപ്പുണ്ട്. ഒരുപാട് പേര് സെറ്റായിരിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് പോലും തുടങ്ങാത്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴേ എന്ത് ചെയ്യുക, സിലബസ് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക. റീസണിങ് പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാലും റീസണിങ് എന്ത് ചെയ്യുക, മോക്കുകൾ ചെയ്ത് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. കാരണം ഇപ്പോൾ കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട്, നമ്പർ സീരീസ് പല ഡിഫറെൻറ്റ് വെറൈറ്റി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിക്കും റീസണിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ സെറ്റാണ്. നിങ്ങൾ ലോജിക്ക് ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് സെറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് 30 ക്വസ്റ്റ്യൻ. അതും എന്താണ് ഇൻറ്റു 1 30 തന്നെയാണ് മാർക്സ്. 2 30 വീതമാണ് മാത്സും റീസണിങ് 30 ഒക്കെ നമുക്ക് 28 മുകളിലൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ടൈമാണ്. റീസണിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി വരിക. 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വളരണം. ആ ഒരു ടൈം ഷെഡ്യൂളിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ റീസണിങ്ങിൽ സെറ്റ് ചെയ്യേണ്ടത്. മാത്സ് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഫോളോ അപ്പ് പ്ലാൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാത്സ് പിന്നെ ഈസിയാണ്, നിങ്ങൾക്ക് അതിലൊരു ഡൗട്ടും വേണ്ട. അത് കഴിഞ്ഞ് റീസണിങ്ങിലാണെങ്കിൽ ടൈമിൻ്റെ കാര്യമാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്ര ടൈമിനുള്ളിൽ നമ്മളത് ഫോക്കസ് ചെയ്ത് തീരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് തീരുന്നുണ്ടോ, ബാക്കി ഏരിയാസ് നമുക്ക് ചെയ്യാൻ ടൈം ഉണ്ടോ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ചിന്തിച്ചു തുടങ്ങണം. അല്ലാണ്ട് റീസണിങ് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്, ഞാൻ 30 മിനിറ്റ് എടുത്ത് റീസണിങ് ചെയ്യും, അതിലൊരു കാര്യമില്ല. നിങ്ങൾ ഇത്രയും നാൾ നിന്നവരാണെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് റീസണിങ് ചെയ്യുന്നവരൊക്കെ മണ്ടത്തനമാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ബാക്കി ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈമാണ് അവിടെ പോകുന്നത്. അതിനേക്കാളും ചിലപ്പോൾ ചില എക്സാംസുകളിൽ റീസണിങ് ആദ്യം സെലക്ട് ചെയ്യുന്നവർ റീസണിങ് ചെയ്തിട്ട് അവസാനം മാത്സിന് ടൈം കിട്ടാത്ത എത്രയോ പേരാണുള്ളത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് എന്ത് ചെയ്യും, അത്ര ഈസിക്കായിരിക്കും അവർ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. റീസണിങ്ങിൽ ടൈം പോയതുകൊണ്ട് മാത്സ് പോലും നേരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാക്കല്ല. റീസണിങ് ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ടൈം ഇത്ര ടൈം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു അജണ്ട എടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിലെന്താണ്, മാത്സിൽ കോൺസെപ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്, സ്പീഡും ടൈമും അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്ത് ശ്രദ്ധിച്ച് വരേണ്ടത്. പിന്നെ അറിയാലോ GK വളരെ ഒരു വാസ്റ്റ് പോർഷനുമാണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് മാർക്ക് കിട്ടാനും അത്രത്തോളം പാടാണ്. 40 മാർക്ക് 40 ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് GK എന്ന്. റെയിൽവേയുടെ പാറ്റേൺ അറിയാമല്ലോ. GK ഇപ്പം GK എന്ന് പറഞ്ഞാലും അതിൽ കൂടെ എന്തുകൊണ്ട്, GS ഉണ്ട്, ജനറൽ സയൻസും ഉണ്ട്, സയൻസ് സബ്ജക്റ്റുകളും ഉണ്ട്.
ഓക്കെ, ഇതിൽ ചിലപ്പോൾ ഹാഫ് ആൻഡ് ഹാഫ് വെച്ചായിരിക്കാം ഡിവൈഡ് ചെയ്യുന്നത്. 20 മാർക്ക് ജി കെയും 20 മാർക്ക് അതുപോലെ തന്നെ എന്തിനായിരിക്കാം, ജനറൽ സയൻസിനും ആയിരിക്കാം. ചിലപ്പോൾ ജി കെ കുറച്ചും കൂടെ കയറി വരാം. അതൊക്കെ നമ്മുടെ ഓരോ ഷിഫ്റ്റുകളുടെ അനാലിസിസിങ് പോലെ ഇരിക്കും, നമ്മുടെ ഷിഫ്റ്റുകളുടെ ഈസി അല്ലെങ്കിൽ ആ ഒരു ഇതുപോലെ ഇരിക്കും. എന്തായാലും ജനറൽ സയൻസും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം ജി കെ നിങ്ങൾക്ക് ഷുവർ ഷോട്ടായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ജി കെ നിങ്ങൾക്ക് അറിയത്തില്ല എവിടെ നിന്നൊക്കെ വരുമെന്ന് അറിയത്തില്ല, അപ്പം നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ സയൻസിൽ നിങ്ങൾക്ക് ഒരു നമുക്ക് കുറച്ചും കൂടെ ഫോഴ്സ് കൊടുത്ത് നമ്മൾ അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വർക്ക് എടുത്ത് ജനറൽ സയൻസ് നിങ്ങൾ ഷുവർ ഷോട്ട് മാർക്കാണത്. 25 ക്വസ്റ്റ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ പോട്ടെ ചോദിച്ചു എന്ന് വിചാരിച്ചോ, ജനറൽ സയൻസ് അത് 15 ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിച്ചോ, ആ 15 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പോട്ടെ ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് ജനറൽ സയൻസിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ലപോലെ ഉയരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജി കെയുടെ സ്കോർ കയറും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റാണ് വരുന്നത്. ഈ 3 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതായത് നിങ്ങൾ അറിയാലോ ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രേ വരത്തുള്ളൂ, അതിൻ്റെ അപ്പുറം ഒരു ഭാഗം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൃത്യമായിട്ട് നോട്ട് എഴുതി കറക്റ്റ് ഒരു ഫോളോ മെത്തേഡിൽ പോയി, അതുപോലെ തന്നെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ICT ടെസ്റ്റ് തന്നെയാണ്, യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് തന്നെയാണ് നമ്മളെപ്പോഴും റെയിൽവേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ്. റെപ്പറ്റീഷൻ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും റെയിൽവേ ചോദിക്കാറുള്ളതും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ICTയുടെ ബുക്ക് വാങ്ങിച്ച് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾ കുറേ പോർഷൻസ് കവർ ചെയ്തു എന്ന് അർത്ഥം ശരിക്കും പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഒരു ടൈം ശരിക്കും പറഞ്ഞാൽ ജി കെക്ക് ലാസ്റ്റ് മന്ത് വേസ്റ്റ് ചെയ്യല്ലേ, ജി കെ ചെയ്യണം കേട്ടോ, ഡെയിലി അപ്ഡേറ്റ്സ് ചെയ്യണം. എന്നാലും ജനറൽ സയൻസിന് കുറച്ചും കൂടെ ഊന്നൽ കൊടുക്കുക. നിങ്ങൾ ALP പഠിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ RPF പഠിക്കുന്നവരായിക്കോട്ടെ, റെയിൽവേയുടെ എക്സാമിനേഷൻ ഉണ്ടോ, റെയിൽവേ എക്സാമിനേഷൻ ആണോ, ജനറൽ സയൻസ് മസ്റ്റാണ്. നമ്മൾ ജി കെ പോലെ തന്നെ ജനറൽ സയൻസിനും എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നിങ്ങൾ ആ ജനറൽ സയൻസിന് ആ ഷുവർ ഷോട്ട് മാർക്ക് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി കെയിൽ ഒരു 10 മാർക്കും കൂടെ കിട്ടിയ, അല്ലെങ്കിൽ ജി കെയിൽ ഒരു 8ഓ 7ഓ മാർക്കും കൂടെ കിട്ടിയാൽ നിങ്ങൾ സേഫാണ്. ഈ 2 സെക്ഷനും നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ട് ജി കെ ചെയ്യാൻ പോകും. അല്ലാണ്ട് ജി കെ മാത്രം ചെയ്യണമെന്നല്ല, മാത്സിൽ പോട്ടെ ഒരു 20 മാർക്കിന് മേളിലും, റീസണിങ്ങിൽ ഒരു 25 മാർക്കിന് മേളിലും, അതുപോലെ ജി കെക്ക് ഒരു 25 മാർക്കിന് മേളിൽ കിട്ടിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്, ഒരുപാട് സേഫാണ്, സ്കോറിൻ്റെ കാര്യത്തിൽ സേഫാണ്. ആ ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ജി കെ പഠിക്കുമ്പോൾ ജനറൽ സയൻസിന് കുറച്ചും കൂടെ ആദ്യത്തെ മാസങ്ങളിൽ നിങ്ങൾ ജനറൽ സയൻസ് നല്ലപോലെ ഒരു ഊന്നൽ കൊടുത്ത് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതുപോലെ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് കുറച്ചും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്തിലെങ്കിലും പോയി പഠിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് എടുത്ത് പഠിക്കുക. ഇങ്ങനെ വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്ര മാസം കൊണ്ട് എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറുക. ആ ഒരു കാര്യം നമുക്ക് പറയാവുള്ളൂ. നിങ്ങൾക്ക് ഈ വർഷം തന്നെ ജോലി കിട്ടണം. കാരണം ഇതൊരു വളരെ വലിയൊരു ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. CGL എടുത്തു, MTS എടുക്കുന്നു, അത് കഴിഞ്ഞ് NTPC വരുന്നു. ഇതെല്ലാം എക്സാമിനേഷനും ഒരേ പാറ്റേണിൽ നിങ്ങൾ ഒരു കറക്റ്റ് ഒരു സിലബസിൽ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്സും റീസണിങ്ങും ഒക്കെ നല്ല അറിയുന്ന ഒരാളാണെങ്കിൽ പിന്നെ അയാൾക്ക് എവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ജി കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. GK ആൻഡ് GS എന്ന് പറഞ്ഞൊരു ഏരിയ ശ്രദ്ധിച്ചാൽ മതി. SSC ആണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് കൂടുതൽ പഠിക്കുക, ജനറൽ സയൻസ് കുറച്ച് പഠിച്ച് സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. റെയിൽവേ ആണെങ്കിൽ ഫോക്കസ് എവിടെ ആയിരിക്കണം, ജനറൽ സയൻസിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ മനസ്സിലാക്കി പോവുക. സിലബസ് കവർ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. മാത്സ് ഒക്കെ കൃത്യമായിട്ട് 25 മാർക്ക് വേണം എന്നുള്ള രീതിക്ക് തന്നെ, 30ൽ 25 മാർക്ക് എനിക്ക് മാത്സിൽ നിന്ന് എന്നെ കിട്ടണമെന്നുള്ള രീതിയിൽ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ എന്താണ് 25എങ്കിലും എന്നുള്ളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അത് മസ്റ്റാണ്. മാത്സ് എവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്. SSCക്ക് ആയിക്കോട്ടെ, നമ്മുടെ റെയിൽവേക്ക് ആയിക്കോട്ടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ മാത്സ് അങ്ങ് ആദ്യമേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. അപ്പം മാത്സിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ റീസണിങ് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ സ്പീഡ്. GK എന്ത് ചെയ്യുക, ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഓരോ പോർഷൻസും സ്റ്റാറ്റിക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജനറൽ സയൻസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ GKക്ക് കുറച്ചും കൂടെ അല്ലേ, നിങ്ങൾക്ക് GK വീക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ 3 സബ്ജക്റ്റ് വീക്കായിട്ട് തോന്നുന്നെങ്കിൽ 3 സബ്ജക്റ്റിനും ഈക്വലി എന്ത് ചെയ്യുക, ടൈം സെറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ റീസണിങ് ഒരു മോക്കൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പീഡ് 2-3 മോക്സ് ഒരേ ദിവസം തന്നെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3-4 മോക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ റീസണിങ്ങിൻ്റെ സ്പീഡ് ഉണ്ടാക്കിയെടുക്കും.
ഓക്കെ, ഇമ്പ്രൂവ് ചെയ്യണം. എപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ആണ് ആവശ്യം. ഒരേ പാറ്റേണിൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് 15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണമെങ്കിൽ നാളെ എന്ത് ചെയ്യുക, 14 മിനിറ്റ് കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 14.5 സെക്കൻഡ് കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള രീതിക്ക് മാറുക. ഒരു 0.5 വ്യത്യാസമെങ്കിലും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ടൈമുണ്ട്, എഫേർട്ട് മാത്രമാണ് നിങ്ങൾ എടുത്തിടാൻ പറയുന്നത്. ടൈമുണ്ട്, എഫേർട്ട് മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ടാൽ മതി. നിങ്ങൾ ലൈഫ് തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യും, സെറ്റ് ആവുമോ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത്? 100 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത് 100 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ്, 30 മാത്സ്, 30 എവിടെയാണ് റീസണിങ്, 40 GK. GK എന്ന് പറഞ്ഞാൽ GS GK പോർഷൻ ആണ് കേട്ടോ. ജനറൽ സയൻസും GKയും കൂടെ ഉൾപ്പെട്ടതാണ്. എത്ര മാർക്കിന്? ഇൻറ്റു 1 മാർക്കാണ്. 1 മാർക്കാണ് ശരി ഉത്തരത്തിന്. അപ്പോൾ ഇൻറ്റു 1 ആണ് ശരി ഉത്തരത്തിന്. ഓക്കെ, ഇൻറ്റു 1 ആണ് ശരി ഉത്തരത്തിന്. ശരി ഉത്തരത്തിന് 1 മാർക്കും. അത് കഴിഞ്ഞ് എന്താണ്, 90 മിനിറ്റ് ആണ് ടൈം. ടൈം കണ്ടോ, 90 മിനിറ്റ്. എത്ര മണിക്കൂർ? 1.5 മണിക്കൂർ. ഇത്രയും 100 ക്വസ്റ്റ്യൻ എഴുതാൻ 1.5 മണിക്കൂർ നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. അപ്പോൾ ആ സമയമൊക്കെ ഇപ്പോഴേ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ എന്ത് ചെയ്യും, ഒരു ടെൻഷൻ ഇല്ലാണ്ട് എഴുതി തീർക്കാം. അതേ ഉള്ളൂ ഇവിടെ. നമുക്കിപ്പം എത്ര എക്സാം നമ്മൾ ഇത്രയും മുന്നേ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിമിഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് യൂസ് ഇല്ല എന്നല്ല, യൂസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും റിലാക്സ്ഡ് ആയിട്ട് പോവാം, നിങ്ങൾക്ക് അത്രയും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പോവാം, നിങ്ങൾക്ക് അത്രയും പോർഷൻസ് കവർ ചെയ്ത് പോവാം. അറ്റ് ദ ലാസ്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ഒരു റിഗ്രറ്റ് തോന്നത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്ന് തോന്നും, നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ട ഒരു സമയം ഉണ്ടാവും. നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ ടൈം എന്താ കളിച്ച് നടക്കുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം. ബട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നിങ്ങൾക്കാണത് വരേണ്ടത്. നിങ്ങൾ എത്രത്തോളം ടൈം നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്രത്തോളം എഫേർട്ട് ഇടുന്നു, നിങ്ങൾക്ക് അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾക്ക് മനസ്സ് മടുക്കേണ്ട ഒരു കാര്യം ഉണ്ടാകത്തില്ല. ഒരു ജോലി എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യമാണെന്ന് എന്നെ വിചാരിച്ചു. ഈ 2024 തന്നെ ഏതെങ്കിലും ഒരു SSC റിസൾട്ടിൽ നിങ്ങൾ, SSC അല്ല നമ്മൾ പറയുന്ന ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ളൊരു രീതിയിൽ വാശിയിൽ തന്നെ പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഹെൽപ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ അതിനനുസരിച്ച് എഫേർട്ട് ഇട്ടാൽ നിങ്ങൾ സെറ്റാകും. അപ്പോൾ 90 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻ 100 മാർക്കിന് എഴുതി നമ്മൾ ചെയ്യണം. പിന്നെ എന്താണ് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എങ്ങനെയാണ്? 1/3 ആണ് കേട്ടോ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 1/3. 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. അപ്പോൾ ആ 1 മാർക്ക് അത്രയും വാല്യുബിൾ ആണേ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകുന്നതെന്ന് ആലോചിക്കുക. ആ കുഴപ്പമില്ല, 1 മാർക്കൊക്കെ പോകാൻ നമുക്ക് 3 ക്വസ്റ്റ്യനൊക്കെ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കാം, GKയിലൊക്കെ. പക്ഷേ മാത്സും റീസണിങ്ങിലൊന്നും തെറ്റിക്കാൻ പോകരുത്. അറിഞ്ഞുകൊണ്ട് പോലും മിസ്റ്റേക്സ് വരുത്തരുത് നിങ്ങൾ. ഓക്കെ, അത് ഷോർട്ടായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 1 ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം, 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. ആ ഒരു രീതിയിൽ പഠിക്കണം കേട്ടോ. 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. 1/3 മാർക്സ് ആണ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട സ്ട്രാറ്റജി. ലാസ്റ്റായിട്ട് പറഞ്ഞ് തീരേണ്ട ഒരു കാര്യമാണ് സ്ട്രാറ്റജി. എങ്ങനെ നിങ്ങൾ പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ ഇനിയും പഠിച്ചു തുടങ്ങിയില്ലേ, നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയില്ല, അല്ലെങ്കിൽ CGL MTS ഇനിയും അപ്ലൈ ചെയ്ത് തുടങ്ങിയില്ലേന്ന് ഇനി എനിക്ക് തമ്പനയിൽ വെക്കേണ്ടി വരുമോ? കാരണം അപ്ലൈ ചെയ്യുക കേട്ടോ. ഇനി ലാസ്റ്റ് നിമിഷത്തേക്കൊന്നും വച്ചിരുന്ന് വെറുതെ സൈറ്റൊക്കെ ഹാങ് ചെയ്യും. പിന്നെ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, ഫോട്ടോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, സൈൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒരു ആപ്പ് ഉണ്ടല്ലോ, നമ്മുടെ SSCയുടെ ഒരു ആപ്പ് ഉണ്ട്, SSC ഓൺലൈനോ അങ്ങനെ എന്തോ ഒരു ആപ്പ് ഉണ്ട്. അതിൽ കയറി നിങ്ങൾ ഫോട്ടോ എടുത്ത് കൊടുത്താലും മതി. ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചൊന്ന് നമ്മുടെ വൈഡ് ആംഗിൾ കിട്ടുന്ന രീതിയിൽ, നമ്മൾ ഇത്രയും പോർഷൻസ് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഒരു സ്ക്വയർ രൂപത്തിലുണ്ടല്ലോ, നമ്മൾ കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു സിഗ്നേച്ചർ ഒരു ഇതുണ്ടല്ലോ, MB ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ പോയി ചെയ്യണം, ഒന്നീ സ്റ്റുഡിയോയിലോ അങ്ങനെ എന്തെങ്കിലും പോയി ചെയ്യുക. അക്ഷയ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, സ്റ്റുഡിയോയിൽ പോയി ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. സൈനൊക്കെ അവർ ആ ഒരു ആ ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെ ചെയ്യും. നല്ലൊരു സെൻറ്ററിൽ പോയി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇതും വരത്തില്ല. പിന്നെ ഫോട്ടോ എടുക്കാൻ അവിടെ ഡിഫിക്കൽട്ടി ആണെങ്കിൽ നിങ്ങൾ ഫോണിൽ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ നമ്പർ വെച്ചൊക്കെ കയറിയിട്ട് ചെയ്താൽ മതി. അതൊന്നും ഒരു നെഗറ്റീവേ അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്ത് പോവുക. MTS CGL വിട്ട് കളയരുത്. ലാസ്റ്റ് ചാൻസ് ഉള്ളവരൊക്കെ മാക്സിമം ശ്രദ്ധിച്ചോണം, നല്ലപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചോണം കേട്ടോ.
എന്തെങ്കിലും കറക്ഷൻസ് എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു 16-ാം തീയതിയോ അടുത്ത മാസം എന്തോ ആണ് ഡേറ്റ് വരുന്നത്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ മാറ്റാൻ തിരുത്താനൊക്കെ ശ്രമിച്ചോണം കേട്ടോ. ചാൻസ് ഒക്കെ ഉള്ളവർ വിട്ട് കളയരുത്. ഇത്രയും വാക്കൻസി CGL-ന് അറിയാം, ഇത്രയും ഒരുപാട് വാക്കൻസീസ് വിളിച്ചൊരു ടൈമാണ്. ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇനി എൻ്റെ വീഡിയോസൊക്കെ വന്നിരുന്ന് കണ്ട് വെറുതെ എന്തിനാ മുഷിക്കുന്നത്, വെറുതെ നിങ്ങൾക്ക് ജോലി കിട്ടി പൊക്കൂടെ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് സ്ട്രാറ്റജി. എന്താണ് നമ്മുടെ സ്ട്രാറ്റജി, എങ്ങനെ പഠിച്ചു തുടങ്ങാം? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാർക്ക് കട്ട് ഓഫ് വരുന്നത് സോൺ വൈസ് ആണ്. നിങ്ങൾക്കറിയാലോ, റീജിയണൽ നമ്മുടെ റെയിൽവേ ആണെങ്കിൽ സോൺ വൈസ് ആണ് വിളിക്കുന്നത്, സോൺ വൈസ്. അപ്പോൾ സോൺ വൈസ് വിളിക്കുക എന്ന് പറഞ്ഞാൽ RRB ട്രിവാൻഡ്രം ഉണ്ട്. നമുക്കിപ്പോൾ അടുത്ത സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സോൺ എന്ന് പറയുന്നത് ഒന്ന് റെയിൽവേ RRB ട്രിവാൻഡ്രം, ഒന്ന് ട്രിവാൻഡ്രമാണ് RRB ട്രിവാൻഡ്രം. പിന്നെ വരുന്നത് RRB ചെന്നൈ ഉണ്ട്, പിന്നെ RRB അഹമ്മദാബാദ്, സെക്കന്ദരാബാദ്, പിന്നെ RRB പാട്നയുണ്ട്, പിന്നെ RRB നമ്മുടെ ബാംഗ്ലൂർ. നമുക്ക് അടുത്ത് നിൽക്കുന്നത് ചെന്നൈ, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം. ഈ 3 സെൻറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ സോൺ വൈസ് കട്ട് ഓഫ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കേരളയിലാണ് നിങ്ങൾ പോസ്റ്റിംഗ് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ UR കാറ്റഗറിക്ക് നമ്മുടെ സോൺ വൈസ് വന്നത് 87 ഔട്ട് ഓഫ് 100 എന്തോ UR കാറ്റഗറിക്ക് 87 വന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്ത് നല്ല 80 എബോവ് ആണ് കേട്ടോ. എപ്പോഴും ട്രിവാൻഡ്രത്തിൻ്റെ വരുന്നത് 80 എബോവ് ആണ് വരുന്നത്, 80 എബോവ് ആണ് വരുന്നത് കേട്ടോ. 80 എബോവ് ആണ് നോർമലി കട്ട് ഓഫ് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സോണിൽ. ട്രിവാൻഡ്രത്തിലാണെങ്കിൽ ഇത്രയും ഭയങ്കര ആൾക്കാർ എഴുതുന്നതല്ലേ, ഒരുപാട് ആൾക്കാർ എഴുതുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളത്. കാരണം നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട, വാക്കൻസി ചിലപ്പോൾ കുറച്ചായിരിക്കും വിളിക്കുന്നത്, കോമ്പറ്റീഷനോ ഒരുപാട് പേരാണ് അറ്റൻഡ് ചെയ്യുന്നത്, ഒരേ സമയം അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എഫേർട്ട് ഉണ്ടാകും, നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നമ്മൾ അത്രയും പോർഷൻസ് കവർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അവരിൽ ഒരാളായിട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ പോകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴേ ഈ വീഡിയോസ് ഒക്കെ തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നിമിഷം വന്ന് വീഡിയോസ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഇപ്പോഴേ ഈ വീഡിയോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങട്ടെ, നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്നുള്ളൊരു നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അവയർനെസ് നമുക്കറിയാമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളും കൂടെ അതിലൊരു പങ്കാവുക, അതിൽ നമുക്കേ സന്തോഷമുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോൾ UR കാറ്റഗറിയിൽ ട്രിവാൻഡ്രത്തിൻ്റെ സോൺ വന്നത് സോൺ വൈസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ഉണ്ട്, പിന്നെ ചെന്നൈയിലൊക്കെ വന്നത് കഴിഞ്ഞ തവണ. ചെന്നൈ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയിപ്പം എല്ലാവരും കൊണ്ട് ചെന്നൈയിൽ വയ്ക്കുമ്പോൾ അവിടെ കട്ട് ഓഫ് കൂടുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ വർഷം വന്നത് 67 60 എബോവ് എന്തോ ആണ് വന്നത്. UR കാറ്റഗറിക്കാണ് കേട്ടോ. OBC ഒക്കെ വീണ്ടും കുറയും, എന്നാലും വലിയ കുറവൊന്നും ട്രിവാൻഡ്രത്തിനില്ലായിരുന്നു. 70 എബോവ് വാങ്ങിച്ചത് തന്നെ SC ST ഒക്കെ 70 എബോവ് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചെന്നൈയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല സ്കോർ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നോർത്ത് ഈസ്റ്റ് ഭോപ്പാളിലുണ്ട്, ജമ്മു കാശ്മീരിലുണ്ട്, എല്ലായിടത്തും RRB സോൺ വിളിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ഓഫ് കുറവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അത് വേറൊരു സുഖം, പുറത്ത് പോകുന്നത് അത് സുഖമാണെങ്കിലും അതിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഏതൊരു ജോലി ചെയ്താലും അത് ഭയങ്കര കിടിലൻ ജോലി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഇത്രയും നല്ല സാലറിയാണ്, ഇത്രയും നല്ല പോസ്റ്റാണ്, റെയിൽവേയിൽ കിട്ടില്ലൻ ജോലിയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് നിങ്ങൾക്ക് അതിൻ്റെ നെഗറ്റീവ്സും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. വേറൊരു നമ്മുടെ നമുക്കറിയാലോ, കേരളം വിട്ട് പോയി നിൽക്കുന്ന ഏതൊരു സ്റ്റേറ്റ് ആയാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് സൗത്ത് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലായാലും, സ്റ്റേയുടെ കാര്യത്തിലായാലും, സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിനും അതിൻ്റേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമുക്ക് കുറച്ച് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. ബട്ട് സ്റ്റിൽ എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഡിഫിക്കൽട്ടി ഉണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി നല്ലൊരു രീതിയിൽ നമ്മൾ പോസ്റ്റിൽ എത്തണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫാമിലി സെറ്റിൽമെൻറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയെ സെക്യൂർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ജോലിക്ക് ഇറങ്ങുന്നത്. ഏത് ജോലിക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവ്സും ഉണ്ട്, റിസ്ക്കും ഉണ്ട്. പക്ഷെ അതിനേക്കാളും അതിൻ്റെ പോസിറ്റീവ്സിനെ നമ്മൾ മുന്നിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ, പഠിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സ്ട്രാറ്റജി എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ഓഫ് നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോഴേ എന്ത് ചെയ്യുക, 80 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് പഠിക്കുക. 100ൽ 80 എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. 100ൽ 80 എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 75-ന് മേളിൽ അല്ലെങ്കിൽ 70-ന് മേളിലൊക്കെ എനിക്കറിയത്തില്ല. ട്രിവാൻഡ്രം ആണ് നിങ്ങൾ സോൺ വൈസ് കൊടുക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല. കാരണം 80 എബോവ് ആണ് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്തിൻ്റെ നമ്മുടെ ഇത് വരുന്നത്. ഓക്കെ, ചെന്നൈയിലും പിന്നെ ഹൈദരാബാദ് അങ്ങോട്ടൊക്കെ വലിയ കുഴപ്പമില്ല. സെക്കന്ദരാബാദ്, അഹമ്മദാബാദിലൊക്കെ വളരെ കുഴപ്പമില്ല. ബാംഗ്ലൂരും അത്യാവശ്യം നല്ല ഇതിന് തന്നെയാണ് വരുന്നത്. എന്തായാലും നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യുക. NTPC വരുമ്പോൾ അതിന് നമുക്ക് പറയാം, NTPC വരുമ്പോൾ അതിൻ്റേതായ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക,
കട്ട് ഓഫ് സോൺ വേസ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, ഒന്ന് അനലൈസിങ് ഒക്കെ ചെയ്തിട്ട് മതി നിങ്ങൾ എന്ത് ചെയ്യാൻ അപ്പോഴും കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യുക, ഇപ്പം പഠിച്ചു തുടങ്ങുന്നവർ 80 കിട്ടണം, 80 കിട്ടണം, അത് തന്നെയാണ് ലക്ഷ്യം. 80 കിട്ടണം, 80 കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. 80 കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. മേജർ ഫോക്കസ് ഞാൻ വീണ്ടും പറയാണ്, മാത്സ് കോൺസെപ്റ്റ്. മാത്സ് കോൺസെപ്റ്റ് പക്കയാണോ നിങ്ങൾക്ക് സ്കോർ നല്ലത് തന്നെ കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 25 മാർക്ക് ഇവിടെ നമുക്കൊരു കഷ്ടിച്ചാണ് കേട്ടോ. 25 മാർക്ക് നമുക്ക് 80 എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് 25 മാർക്ക് മാത്സിൽ, 25 മാർക്ക് റീസണിങ്ങിൽ, ഒരിപ്പോൾ എന്താ ഒരു 30 മാർക്ക് ഇവിടെ മേടിച്ചാൽ മാത്രമേ നമുക്ക് എത്ര കിട്ടുകയുള്ളൂ, 80 ശരിക്കും പറഞ്ഞാൽ കിട്ടൂ. അതും 40ലാണ് 30 വാങ്ങിക്കേണ്ടത് ജി കെയിൽ. അപ്പം GS സ്ട്രോങ് ആയിരിക്കണം, നിങ്ങൾക്ക് GK സ്റ്റാറ്റിക് അറിഞ്ഞിരിക്കണം, കറണ്ട് അഫേഴ്സിൽ മാത്രമേ നിങ്ങൾക്ക് എവിടെ പോവുള്ളൂ. അഥവാ മാർക്ക് പോയാൽ പോവാവൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്റ്റാറ്റിക് GK എപ്പോഴും ചോദിക്കണം, എന്നെ ചോദിക്കും മ്യൂസീഷ്യൻസ്, അവാർഡ്സ്, ബുക്സ്. പക്ഷെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഇങ്ങനെ ഷോർട്സ് ഒക്കെ കണ്ട് രസിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോളജ് ഫാക്റ്റും കൂടെ എടുത്തിട്ട് അതും കൂടെ കാണാൻ ശ്രമിക്കുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ ശ്രമിക്കുക, ന്യൂസ് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. GK കാര്യത്തിൽ കുറച്ചൊരു വേൾഡ് വൈഡ് സെർച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ 25 മാത്സ്, 25 റീസണിങ്, പിന്നെ GK ഒരു 30 മാർക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചാലേ 80 കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. മാത്സ് പ്രോപ്പർലി കോൺസെപ്റ്റ് സെറ്റ് ചെയ്യുക. ചുമ്മാ മാത്സ് കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, മോക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആദ്യം അതിൻ്റെ കോൺസെപ്റ്റ് അറിയണം. ഇപ്പം നിങ്ങൾ മോക്ക് ചെയ്താണ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് എഴുതി വെക്കുക. എഴുതി വെച്ച് എന്തുകൊണ്ട് ആ മെത്തേഡ് കിട്ടി, അല്ലെങ്കിൽ ഓരോ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു മാത്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇത്ര പാറ്റേൺസ് ഉണ്ട്. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. അപ്പോൾ ആ പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാത്സ് സ്കോർ ചെയ്യാം. 25 ഇപ്പം 30ൽ 25 സ്കോറിൽ മേളിൽ കിട്ടുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഇത്രയും നാൾ പഠിച്ചവർക്കൊക്കെ 28 വരെ കിട്ടാറുണ്ട്. അപ്പം 30 കിട്ടുന്നതൊക്കെ അപൂർവമായിരിക്കാം, അല്ലെങ്കിൽ അത്രയും എന്താണ് ലെവലപ്പ് ആയ ആൾക്കാരായിരിക്കാം കിട്ടുന്നത്. ബട്ട് നമുക്ക് എന്ത് പറയാം, ഒരു 25 കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. 25 എന്തായാലും കിട്ടുമല്ലോ. ഒരു 5 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ചില മിസ്റ്റേക്സ് വന്ന് പോയി എന്നൊക്കെ പറയാം. ഒന്ന് 25 അല്ലെങ്കിൽ ഒരു 23. 25 തന്നെ പഠിക്കുക, എന്നാലും 23 ക്വസ്റ്റ്യൻ അവിടെ അറ്റൻഡ് ചെയ്യാൻ രീതിക്ക് പഠിക്കുക. പിന്നെ എന്താണ്, GK 30 ക്വസ്റ്റ്യൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഒരു 25 മാക്സിമം മിനിമം നമ്മൾ എന്ത് ചെയ്യണം, മേടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? 25 മിനിമം കിട്ടിയേ പറ്റുള്ളൂ നമുക്ക് NTPCക്ക്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ വെറുതെ ഇവിടെ നമ്മൾ കമൻസ് സെക്ഷനിൽ വന്ന് അത് പറ്റത്തില്ല, അല്ലെങ്കിൽ അത് നടക്കുന്ന കാര്യം വല്ലതും ആണോ, എനിക്കിങ്ങനെ പറയാൻ ഈസിയാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നമ്മൾ അത്ര വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ, നമുക്കിപ്പോൾ പറയാനല്ലേ പറ്റുള്ളൂ. നിങ്ങൾ 30 മാർക്ക് വാങ്ങിക്കുന്നത് 30 മാർക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കണമെന്നാണ് പറയണം. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ചേ പറ്റൂ, അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം ഒരുപാട് പേര് ഇത് ക്വാളിഫൈ ആയി പോകുന്നവരുണ്ട്, അവർ പഠിച്ചിട്ടല്ലേ ക്വാളിഫൈ ആവുന്ന. അതുപോലെ നിങ്ങളടുത്തും പഠിക്കാനേ പറയുന്നുള്ളൂ. നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ ഉറപ്പായിട്ടും കിട്ടും. സ്റ്റാറ്റിക് GK കവർ ചെയ്യുക, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ കുറച്ച് ഹിസ്റ്ററിയുടെ കുറച്ച് ബാറ്റിൽസ്, ഡൈനാസ്റ്റി അതൊക്കെ കവർ ചെയ്യുക. ജോഗ്രഫിയുടെ റിവേഴ്സ്, ഡാംസ്, സോയിൽസ് അത് കവർ ചെയ്യുക. പിന്നെ പൊളിറ്റിക്സ് നന്നായിട്ട് ആർട്ടിക്കിൾസ് എല്ലാം കവർ ചെയ്യുക. പിന്നെ എന്താ വരിക, ജനറൽ സയൻസ് ഒരു 15ഓളം മാർക്കോളം നമുക്ക് സയൻസിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ആ സയൻസ് അങ്ങ് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. സയൻസ് റെയിൽവേ പഠിക്കുന്നവരെല്ലാവരും സയൻസിൽ സ്കോർ ചെയ്യാൻ നല്ലപോലെ ശ്രമിക്കുക. റീസണിങ് 25 കൂടുതൽ കിട്ടുന്നവരുണ്ട്, എന്നാലും ഞാൻ 25 വെച്ചോളൂ. കാരണം ഇവിടെ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. റീസണിങ് കണ്ടോ, നോർമലാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. GK GS സ്ട്രോങ് ആക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പിന്നെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ ഒന്നും ആവാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എത്താം. ഒരു ബേസ് ഉള്ളവർക്കാണെങ്കിൽ ഉറപ്പാണ്, ഒരു ഏകദേശം അവരെന്ത് ചെയ്യും, ഒരു ആവറേജ് ലെവലിൽ കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റും, ഉറപ്പാണ്. ഇപ്പം നമ്മൾ എത്രയൊക്കെ ക്രാഷ് കോഴ്സ് കൊടുത്താലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. 1 മന്ത് ക്രാഷ് കോഴ്സ് ആയാലും അവർ ക്രാക്ക് ചെയ്യും. കാരണം അവർ ഈ ഒരു ഫീൽഡിൽ തന്നെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് അവർ ക്രാക്ക് ചെയ്ത് പോകും. പക്ഷേ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ കുറേ നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്ട് കുറേ നേരമായിട്ട് ബ്രേക്ക് വന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. ആ ഒരു കാര്യം മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ഈ ഒരു അവയർനെസ് വീഡിയോ ഈ ഒരു തമ്പനയിൽ കണ്ടു വന്നവരാണെങ്കിലും നിങ്ങളടുത്തും ഇത് മാത്രമേ എനിക്ക് പറയാവുള്ളൂ, പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളും ആ ഒരു NTPC പോസ്റ്റിൽ ഒരു വേക്കൻസി ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാം.
ആ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ 2024 എന്ന് പറയുന്ന വർഷം വളരെ നല്ലൊരു വർഷമായിട്ട് കരുതി ഈ ഒരു വർഷം തന്നെ ജോലിയിൽ കയറണം എന്നുള്ളൊരു സ്വപ്നം മനസ്സിൽ കണ്ട് എന്ത് ചെയ്യുക, നല്ലപോലെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് CGL പഠിക്കുന്നതിൻ്റെ ഒപ്പം MTS പഠിക്കുന്നതിൻ്റെ ഒപ്പം കൂടെ കൂട്ടി ആരെയും കൂടെ കൂട്ടുക, NTPC കൂട്ടി GK സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മാത്സ് അറിയാത്തവർ മാത്സിൻ്റെ കോൺസെപ്റ്റ്സ് ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വീതം പഠിച്ചു തുടങ്ങുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ വർഷം തന്നെ ഉറപ്പായിട്ടും എന്ത് പറ്റും, ഈ ജോലിക്ക് കയറാൻ പറ്റും. ഏതൊരു ജോലിക്കായാലും കയറാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എഫേർട്ടാണ് പ്രധാനം. ആ എഫേർട്ട് ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.